ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കുന്ന, അതായത് ചിലവ് കുറഞ്ഞ് തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആശയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കലാപരമായിട്ടൊക്കെ കഴിവുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മൾ മണി പ്ലാന്റൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ബിസിനസ്സൊക്കെ ഇങ്ങനെ തുടങ്ങാമെന്നുള്ള കാര്യം. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഗാർഡനിങ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ നഴ്സറികൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ കംപ്ലീറ്റ് ഗാർഡൻ സെറ്റപ്പ് ചെയ്തു കൊടുക്കുന്ന ടീമുകൾ വളരെ കുറവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്ക് മുറ്റുണ്ട്. ചിലപ്പോൾ മിക്ക വീടുകളിലും വളരെ കുറഞ്ഞ മുറ്റായിരിക്കും. അത് ഭൂരിഭാഗം ആളുകളും അവർ തന്നെ അവർക്ക് കിട്ടുന്ന ചട്ടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവർ തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് ഒരു ഗാർഡൻ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ നമുക്ക് മുറ്റത്ത് ഇതുപോലെ മുറ്റത്തുള്ള ഗാർഡൻ ഉണ്ട്, വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട്, ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്, ബാൽക്കണിയിൽ വെക്കുന്ന ഗാർഡൻ ഉണ്ട്, വാൾ മൗണ്ടഡ് പ്ലാന്റ്സ്, അതായത് ഫ്ലവറി ആയിട്ട് പ്ലാന്റ്സ് വെക്കാം, അല്ലെങ്കിൽ ഈ ലീഫി ആയിട്ടുള്ളതുണ്ട്, ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ്, അതുപോലെ ഹാങ് ചെയ്യുന്ന ലീഫി ഈ പ്ലാന്റുകൾ അതൊക്കെ ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയ പോണ്ടുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ മേഖലയിൽ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. നമ്മളെ നഴ്സറികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് സമീപിച്ചാൽ നിങ്ങൾക്ക് വളരെ ചുരുക്കം ആളുകളെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, അത്യാവശ്യം കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളും അതുപോലെ കുറച്ച് ഐഡിയകളുള്ള ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ സാധിക്കുന്നൊരു ബിസിനസ്സാണ്. നിങ്ങൾക്കിതിന് പ്രത്യേകിച്ച് മുതൽ മുടക്ക് എന്ന് പറയാനില്ല. കാര്യം എന്താ ചെയ്യുന്നത്? പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു ഇത് ചെയ്തിട്ട് ആളുകളെ പോയിട്ട് ഞാൻ ഇത് ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളൊരു കമ്പനി, ഇതിന് വേണ്ടി ഒരു കമ്പനിക്ക് ഒരു പേര് കൊടുക്കുക, കമ്പനി ഫോം ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പേര് കുറച്ച് ബ്രോഷർ, സോഷ്യൽ മീഡിയ പേജുകളൊക്കെ തുടങ്ങിയിട്ട് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് നല്ലപോലെ മാർക്കറ്റ് ചെയ്യുക. ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ കൂടി ആവാം, നിങ്ങൾക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആവാം. അതൊക്കെ ചെയ്തിട്ട് നമുക്കിതിന് വേണ്ടത് ആകെ സംഭവം എന്ന് വെച്ചാൽ ആകെ കുറച്ച് ഹാൻഡ് ടൂൾസുകൾ വേണം. പിന്നെ നമുക്ക് വർക്ക് കിട്ടുമ്പോൾ 1-2 എംപ്ലോയീസിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ ചില വീടുകൾ ഇപ്പോൾ ഈ മിക്ക ആളുകൾക്ക് ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും, പക്ഷേ അവർക്ക് സമയക്കുറവ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും. പിന്നെ ഭൂരിഭാഗം ആളുകൾക്ക് ഇതിനെപ്പറ്റി എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ, ചിലർക്ക് ഐഡിയ ഉണ്ടാവും, സമയം ഉണ്ടാവില്ല. ചിലർക്ക് ഐഡിയ ഉണ്ടായിരിക്കില്ല, അവർക്ക് സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആളുകളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മുറ്റത്ത് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് ആർട്ടിഫിഷ്യൽ പോണ്ട്, അതുപോലെ അവർക്ക് വേണ്ട ചെറിയ ചെറിയ പ്ലാന്റുകൾ, പിന്നെ അതിന് മിക്ക ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ വേസുകളുണ്ടല്ലോ, അത് നമുക്ക് 100 രൂപയ്ക്ക് 4-5 കിട്ടുന്ന അങ്ങനത്തേലൊക്കെയാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ഐഡിയാസ് കൊടുക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ അത് സെറാമിക് ആക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള ഫൈബറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പല ടൈപ്പ് പോട്ടുകളുണ്ട്. പിന്നെ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റിനെ പറ്റി ഒരു ഇത് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളിതിനെപ്പറ്റി നല്ലപോലെ ഒന്ന് കുറച്ച് പഠനം നടത്തിയ ശേഷം ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണത്. വളരെ കുറഞ്ഞൊരിതേ ഉള്ളൂ. നമുക്ക് സമയം കുറച്ച് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഏതെങ്കിലും നല്ല നഴ്സറി ആയിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ തന്നെ അവർ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് തരും. നിങ്ങൾക്ക് ഇതുപോലൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രോഷർ നിങ്ങളുടെ കമ്പനിയുടെ പേര് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു ബ്രോഷർ അടിക്കുക. നിങ്ങളുടെ ഒരു 10-15 കിലോമീറ്റർ സർക്കിളിൽ വരുന്ന എല്ലാ നഴ്സറികളിലും പോയിട്ട് നിങ്ങളുടെ ഈ ആശയത്തെപ്പറ്റി അവരോട് പറയുക, നിങ്ങളുടെ ബ്രോഷർ കൊടുക്കുക. അപ്പോൾ അവർ തന്നെ അവർക്ക് വരുന്ന റിക്വയർമെൻറ്റ്സ് അത് നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ നമുക്കിതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് എന്താ പറയുക, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത ചെടികളോ അതൊന്നും നമ്മൾ വാങ്ങി വെക്കേണ്ടത്. കാരണം നമ്മൾ സർവീസ് സെക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു ക്ലയൻ്റ് അടുത്ത് ചെന്നിട്ട് അവർക്ക് വേണ്ട ചെറിയ വീടാണെങ്കിൽ ആ വീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ സ്ഥലമൊക്കെ നോക്കിയിട്ട് ഈ കാർ പോർച്ചിൽ വെക്കാൻ പറ്റുന്ന, സിറ്റ് ഔട്ടിൽ വെക്കാൻ പറ്റുന്ന, ഇനിയിപ്പോൾ കോട്ടിയാടൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ, ഇൻറ്റേർണൽ കോട്ടിയാടൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവിടെ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളെ കുറിച്ച്, പിന്നെ അവർക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു മുറ്റം, അത്യാവശ്യം സ്ഥലമുള്ള മുറ്റാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ചിലവർക്കിപ്പോൾ ചില സ്ഥലത്ത് ഗാർഡനിൽ ചെയറൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അവിടെ ഏത് ടൈപ്പ് ചെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് പല രീതിയിലുണ്ട്. ഇപ്പോൾ സ്റ്റോണിൽ ചെയ്യുന്നുണ്ട്, മെറ്റലിൽ ചെയ്യുന്നുണ്ട്, അലൂമിനിയത്തിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഗാർഡനിലൊക്കെ ലൈറ്റൊക്കെ വെക്കുന്ന രീതിയിൽ. അപ്പോൾ പല ആളുകൾക്കും അവർക്ക് ഇതിനെപ്പറ്റി ഐഡിയകളില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സേവനം കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ല, പിന്നെ നമുക്കിതിനെപ്പറ്റി കുറച്ച് അറിവുകൾ നമ്മൾ സമ്പാദിച്ചാൽ മതി. അത് നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടും. പിന്നെ നഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ചെടികളെ പറ്റി നിങ്ങൾക്ക് അധികം അറിവില്ലാത്ത ഒരാളാണെങ്കിൽ കൂടുതൽ അറിവുകൾ അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഇത് നല്ലൊരു ആശയമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇതൊരു സ്ഥിര വരുമാനമായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ നാട്ടിൽ മിക്കതും കണ്ടുവരുന്ന ദിവസം എന്താ വെച്ചാൽ ആളുകളുണ്ട്, അവർ നോർമലിട്ട് നടക്കുന്ന ഡ്രസ്സ് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാറ്റുക. നിങ്ങളൊരു കമ്പനി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു യൂണിഫോം ഉണ്ടാക്കുക. ആ യൂണിഫോം നിങ്ങൾ ഈ കമ്പനിയുടെ നെയിം മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്കൊക്കെ ആ ഒരു വർക്ക് യൂണിഫോം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കമ്പനിയുടെ എന്താ പറയുക ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. കാരണം എല്ലാവരും നോട്ടീസ് ചെയ്യും ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് പയ്യെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഈ സർവീസ് സെക്ടറിലുള്ള ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ നമുക്ക് ഓഫീസോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അത് നിങ്ങൾ ഗ്രാജുവലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഓഫീസോ കാര്യങ്ങളൊക്കെ ആക്കാം. നിങ്ങളുടെ ഈ ഇത് നിങ്ങളുടെ പല സ്ഥലങ്ങളിലേക്കൊക്കെ മെല്ലെ വ്യാപിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേറെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചില വീടുകളിലൊക്കെ നമുക്ക് റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് വളരെ ചെറുതേ കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കലാപരമായിട്ടൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം നിർമ്മിച്ച് അതൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഈ ഫൗണ്ടൻസ് അതുപോലെ ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാരണം പല സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടേ അതിൻ്റെ കളക്ട് ചെയ്ത് നിങ്ങൾ വാങ്ങി വെക്കണ്ട, അവരൊക്കെ കോൺടാക്റ്റ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു റിക്വയർമെൻറ്റ് വരുമ്പോൾ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അപ്പോൾ അത് ചെറിയ രീതിയിൽ അതിനൊരു കമ്മീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ബിസിനസ് ആശയങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.